കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കളെല്ലാം കൂടി ഇന്നലെ പാണക്കാട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാണക്കാട് പോകുന്നതും തങ്ങളെ കാണുന്നതും ഒക്കെ വർഗീയതയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ഇലക്ഷൻ പ്രചരണത്തെ നേരിട്ട് പ്രതിപക്ഷ നേതാവും അവരുടെ നേതാക്കളെല്ലാം ഇലക്ഷൻ കഴിഞ്ഞ് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ പാണക്കാട് പോയിട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനോ തങ്ങളെ കാണുന്നതിനോ അവർക്കൊന്നും ഒരു ജാള്യതയുമില്ല എന്നതാണ് വസ്തുത. കാരണം ഇലക്ഷൻ സമയത്ത് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് പാണക്കാട് പോകുന്നത് വേറെ പല ഉദ്ദേശത്തിനാണ് എന്ന് പറഞ്ഞ പല നേതാക്കളും ഉണ്ട്. അവരൊക്കെ പാണക്കാടെ കുറിച്ച് വർഗീയതയൊക്കെ പറഞ്ഞിട്ട് അണികളെ ഉത്തേജിപ്പിച്ച് നിർത്തിയിട്ട് സ്ക്രീൻഷോട്ടുകളും സൈബർ ഇടങ്ങളിൽ പോസ്റ്റുകളും മുദ്രാവാക്യമൊക്കെ വിളിച്ച് നടന്ന അണികളെ എല്ലാം പൊട്ടന്മാരാക്കിക്കൊണ്ട് നേതാക്കന്മാര് പാണക്കാട് പോയി പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടിയിൽ പങ്കെടുക്കുന്നത് തെറ്റൊന്നുമില്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവിന്റെ കൂടെയുള്ള പാർട്ടിക്കാരൊക്കെ പോകുന്നത് തെറ്റില്ല. അതായത് ഇലക്ഷൻ ടൈമിന് മാത്രമേ രാഷ്ട്രീയം പറയുന്നുള്ളൂ, രാഷ്ട്രീയം പ്രവർത്തിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന ഒരു സന്ദേശം നിങ്ങൾ നൽകിയതൊക്കെ സന്തോഷമുണ്ട്. മുസ്ലിം ലീഗും പാണക്കാടും വർഗീയതയുടെ പര്യായമായി മാറിക്കഴിഞ്ഞു എന്ന് ഇലക്ഷനിൽ പ്രചരിപ്പിച്ചിട്ട് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ പോയത് ശരിയായില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ ചിന്തിക്കേണ്ടത് നേതാക്കന്മാരല്ല, അണികളാണ്. ആ നേതാക്കന്മാർ പറയുന്നത് അനുസരിച്ച് ആവേശത്തോടെ ജയ് വിളിക്കുകയും പോസ്റ്റർ ഒട്ടിക്കുകയും തെറി വിളിക്കുകയും ചെയ്ത അണികളെല്ലാം ഇപ്പോൾ പൊട്ടന്മാരായി മാറി എന്ന് തന്നെ വേണം പറയാൻ.